السلام عليكم ورحمة الله وبركاته. أيها الأحبة، مرحبا بكم. أهلا وسهلا. ندرس درس جديد. നമ്മൾ ഇന്ന് ഒരു പുതിയ പാഠം പഠിക്കുകയാണ്. ഇസ്മുദ്ദറസ്. പാഠത്തിൻ്റെ പേര് ബസ്മത്ത് വൽ വർദ. പാഠത്തിൻ്റെ പേര് പുഞ്ചിരിയും റോസാപ്പൂവും. ബസ്മ പുഞ്ചിരി, വർദ റോസ് ഫ്ലവർ. ഉമ്മി വർദ ഫി ബുസ്താനി. എൻ്റെ ഉമ്മ എൻ്റെ പൂന്തോട്ടത്തിലെ റോസ് ഫ്ലവർ ആണ്. വർദ റോസ് ഫ്ലവർ, ബുസ്താൻ പൂന്തോട്ടം. വ അബി ബസ്മ ഫി വിജ്ദാനി. എൻ്റെ വാപ്പ എൻ്റെ ഹൃദയത്തിലെ പുഞ്ചിരിയാണ്. അബി എൻ്റെ ഫാദർ, ബസ്മ പുഞ്ചിരി, ഫി വിജ്ദാൻ, വിജ്ദാൻ ഹൃദയം. ഉഖ്തി വ അഖി അർഖ സുഹ്ബി. എൻ്റെ ബ്രദറും സിസ്റ്ററും എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരാണ്. ഉഖ്ത് സിസ്റ്റർ, അഹ് ബ്രദർ, സുഹ്ബ് കൂട്ടുകാർ. ലഹുമ ഉഹ്ദി ഐനി ഖൽബി. അവർക്ക് രണ്ടുപേർക്കുമായി ഞാൻ എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും സമർപ്പിക്കുന്നു. ഉഹ്ദി ഞാൻ സമർപ്പിക്കുന്നു. ഐൻ കണ്ണ്, ഖൽബ് ഹൃദയം. നൽഹു നജ്രി ഫി മൻസിലിന. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കളിക്കുന്നു. നൽഹു ഞങ്ങൾ കളിക്കുന്നു. നജ്രി ഞങ്ങൾ ഓടുന്നു. ഫി മൻസിലിന, മൻസിൽ ഹോം വീട്. ഇതാണ് നമ്മുടെ പോയം. ഈ ഒരു ചെറിയ കവിതയിൽ നിന്ന് നമ്മളോട് എന്താണ് ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? നുലാഹിലു സുവറ വനസ്തഖ്രിജുൽ അബയാത്തൽ മുനാസിബ മിനൽ മഅലൂം. ചിത്രങ്ങൾ പരിശോധിച്ച് കവിതയിൽ നിന്നും യോജിച്ച വരികൾ വേർതിരിച്ചെഴുതുക. ഇവിടെ നമുക്ക് നമ്മുടെ പോയവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സാണ് തന്നിരിക്കുന്നത്. ഇവ നമ്മുടെ ഏത് വരിയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി നമുക്ക് ഓരോ പിക്ചറിന് നേരെയും എഴുതണം. ആദ്യത്തെ പിക്ചർ ഒരു ഉമ്മയുടെ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോയത്തിലെ ഏത് വരിയാണ് ഈ പിക്ചറിന് യോജിക്കുന്നത്? ഉമ്മി വർദ ഫി ബുസ്താനി. ഉമ്മ എൻ്റെ പൂന്തോട്ടത്തിലെ റോസ് പൂവാണ്. അടുത്തത് കുറച്ച് കുട്ടികൾ കളിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ വീട്ടിൽ കളിക്കുന്നതിനെ കുറിച്ച് ഒരു വരിയുണ്ടല്ലോ, ഏതാണത്? നൽഹു നജ്രി ഫി മൻസിലിന. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കളിക്കുന്നു. അടുത്ത പിക്ചർ എന്താണ്? അടുത്ത പിക്ചറിലായി സഹോദര സ്നേഹമാണ് കാണിക്കുന്നത്. ഉഖ്തി വ അഖി അർഖ സുഹ്ബി. എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്ററും എൻ്റെ ഏറ്റവും ഉന്നതരായ കൂട്ടുകാരാണ്. അടുത്തതായി നമുക്കിതുപോലെ മറ്റൊരു പോയമാണ് തന്നിരിക്കുന്നത്. ഈ പോയം കംപ്ലീറ്റ് ചെയ്യാനുള്ള വേർഡ്സുകൾ നമ്മുടെ പോയത്തിൻ്റെ സൈഡിലായി ബോക്സിൽ തന്നിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് നമുക്ക് ഈ പോയം എഴുതണം. എന്തെല്ലാം വേർഡ്സുകളാണ് ഇതിലുള്ളത്? ഈ പോയം ഉമ്മയെയും വാപ്പയെയും കുറിച്ചാണ്. എങ്ങനെയാണ് പോയം തുടങ്ങിയിരിക്കുന്നത്? ഉമ്മി വ അബി. എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ. ലസ്സത്തു ഐഷി. എൻ്റെ ജീവിതത്തിൻ്റെ രുചിയാണ്. അപ്പോൾ അടുത്ത വരിയും ഉമ്മയെയും വാപ്പയെയും കുറിച്ചാവും അല്ലേ? അപ്പോൾ നമുക്കവിടെ എഴുതാം ഉമ്മി വ അബി. എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും. ഖുർറത്തു ഐനി. എൻ്റെ കണ്ണിൻ്റെ കുളിർമയാണ്. അടുത്ത വരിയും ഇതുപോലെ ഉമ്മയെയും വാപ്പയെയും കുറിച്ചാണ്. അപ്പോൾ ഈ പോയം മുഴുവനായും ഉമ്മയെയും വാപ്പയെയും കുറിച്ചാണെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ റൈറ്റ് സൈഡിൽ വിട്ട ഭാഗത്തെല്ലാം നമുക്ക് ഉമ്മി വ അബി എന്ന് ചേർത്ത് കൊടുക്കണം. ലെഫ്റ്റ് സൈഡിലെ ബോക്സിലുള്ള ഓരോ വേർഡ്സും എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് പോയം എഴുതാം. നിഅമതു റബ്ബി. എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ്. റിഫഅത്തു മജ്ദി. എൻ്റെ മഹത്വത്തിൻ്റെ ഉയർച്ചയാണ്. ബസ്മത്തു സഗരി. എൻ്റെ ചുണ്ടിലെ പുഞ്ചിരിയാണ്.
റഹ്മത്തു ഐഷി എൻ്റെ ജീവിതത്തിൻ്റെ കാരുണ്യമാണ്. ഫർഹത്തു ബൈത്തി എൻ്റെ വീടിൻ്റെ സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഈ പോയം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? ഉമ്മി വ അബി ലസ്സത്തു ഐഷി ഉമ്മി വ അബി ഖുർറത്തു ഐനി ഉമ്മി വ അബി നിഅമത്തു റബ്ബി ഉമ്മി വ അബി റിഫഅത്തു മജ്ദി ഉമ്മി വ അബി ബസ്മത്തു സഗരി ഉമ്മി വ അബി റഹ്മത്തു ഐഷി ഉമ്മി വ അബി ഫർഹത്തു ബൈത്തി. അടുത്തതായി നമുക്കൊരു കഥ തന്നതിന് ശേഷം അതിൽ നിന്നും ഫിഅലും ഫാഇലും എന്താണെന്ന് കണ്ടെത്താനാണ്. എന്താണ് ഫിഅല്, എന്താണ് ഫാഇൽ എന്ന് നമുക്ക് ആദ്യമായി മനസ്സിലാക്കാം. അതിനുശേഷം കഥയിലേക്ക് പോകാം. ഫിഅല് എന്നാൽ വെർബ് എന്നാണ്. വെർബ് എന്നാൽ എന്താ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അല്ലെങ്കിൽ ഏതൊരു ആക്ഷനും വെർബ് എന്ന് പറയുന്നു. ഫാഇൽ എന്നാൽ സബ്ജക്റ്റ് ആണ്. ആ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അവരാണ് ഫാഇൽ. ഫിഅലിന് ഉദാഹരണമായി നമ്മൾക്ക് എന്തെല്ലാം പറയാം? നടന്നു, ഇരുന്നു, നിന്നു. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഫിഅലുകളാണ്. ഫാഇലോ? ഈ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അതാണ് ഫാഇൽ. ഞാൻ ഉറങ്ങി. ഇവിടെ ഞാൻ എന്നത് ഫാഇലും ഉറങ്ങി എന്നത് ഫിഅല് പ്രവൃത്തിയും ആകുന്നു. ഇനി നമുക്ക് ഈ കഥ വായിച്ചതിനു ശേഷം ഇതിലെ ഫിഅല് ഫാഇൽ എന്നിവ കണ്ടെത്താം. ذات يوم خطف غراب خبزا ഒരു ദിവസം ഒരു കാക്ക ഒരു റൊട്ടി തട്ടിയെടുത്തു. ذات يوم ഒരു ദിവസം, ഖത്തഫ തട്ടിയെടുത്തു. ആരാണ് തട്ടിയെടുത്തത്? ഖുറാബ് കാക്ക. അപ്പോൾ ഇവിടുത്തെ ഖത്തഫ എന്ന വേർഡ്, തട്ടിയെടുത്തു എന്ന വേർഡ് ഇവിടുത്തെ ഫിഅലാണ്, പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ചെയ്തത് കാക്കയാണ്, ഖുറാബ്. അപ്പോൾ ഇവിടുത്തെ ഫാഇൽ ഉറാബാണ്. വജലസ അല ഉസ്നി ഷജറ പിന്നീട് മരക്കൊമ്പിൽ ഇരുന്നു. ജലസ എന്നാൽ ഇരുന്നു. ഇരുന്നു എന്നത് ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അത് ഫിഅലായി. ആരാണ് ഇവിടെ ഇരുന്നത്? ഖുറാബാണ് അല്ലേ? അപ്പോൾ ഇവിടെയും ഫാഇൽ, സബ്ജക്റ്റ് കാക്കയാണ്. ബഅദ ഖലീലിൻ മറ സഗലബുൻ ബിജാനിബി ഷജറ കുറച്ച് സമയത്തിനു ശേഷം കുറുക്കൻ മരക്കൊമ്പിനടുത്തുകൂടി കടന്നുപോയി. അപ്പോൾ ഇവിടുത്തെ പ്രവൃത്തി എന്താണ്? കടന്നുപോയി. മറ എന്നതാണ് ഇവിടുത്തെ പ്രവൃത്തി, ഫിഅല്. ആരാണ് കടന്നുപോയത്? സഗലബ് കുറുക്കൻ. കുറുക്കൻ എന്നത് ഇവിടുത്തെ ഫാഇൽ. റഅസഅലബുൽ ഖുറ കാക്ക കുറുക്കനെ കണ്ടു. അപ്പോൾ ഇവിടുത്തെ പ്രവൃത്തി കണ്ടു എന്നതും റഅ എന്നതും കണ്ടത് ആരാണ്? സഗലബ് കുറുക്കനാണ്. കുറുക്കൻ എന്നത് ഇവിടുത്തെ ഫാഇലുമാണ്. ഫക്കറ സഗലബു ഫി ഹീലത്തിൻ കുറുക്കൻ ഒരു സൂത്രം ചിന്തിച്ചു. ഫക്കറ ചിന്തിച്ചു എന്നത് ഇവിടുത്തെ പ്രവൃത്തിയും ചിന്തിച്ച ആളാരാണ്? സഗലബ്. അപ്പോൾ സഗലബ് ഇവിടുത്തെ ഫാഇലുമാണ്. ഖാല ലിൽ ഖുറാബ് ഉറാബിനോട് കാക്കയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നതാണ് ഇവിടുത്തെ ഫിഅല്. സുദീഖി എൻ്റെ കൂട്ടുകാരാ, മ അജ്മല സൗതക നിന്റെ ശബ്ദം എത്ര മനോഹരമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഫിഅലും ഫാഇലുകളും നമുക്ക് നമ്മുടെ ബോക്സിലായിട്ട് എഴുതാം. ഇവിടെ റെഡ് കളറിലായി തന്നതെല്ലാം ഫിഅലുകളാണ്. ഗ്രീൻ കളറിലായി അണ്ടർലൈൻ ചെയ്തതെല്ലാം ഫാഇലാണ്. നമുക്കത് വേർതിരിച്ച് ബോക്സിലായി എഴുതാം. 2 കോളങ്ങളായി തിരിച്ചിരിക്കുന്നു. ഫിഅല്, വെർബ്, ഫാഇൽ, സബ്ജക്റ്റ്. ആദ്യമായി നമുക്ക് ഫിഅലുകളെല്ലാം വായിച്ചു നോക്കാം. ഖത്വഫ തട്ടിയെടുത്തു, മറ കടന്നുപോയി, റഅ കണ്ടു, ഫക്കറ ചിന്തിച്ചു. ആരെല്ലാമായിരുന്നു നമ്മുടെ കഥയിലെ സബ്ജക്റ്റുകൾ, പ്രവൃത്തി ചെയ്ത ആളുകൾ? ഉറാബ് കാക്ക, സഗലബ് കുറുക്കൻ. അപ്പോൾ ഇവർ 2 പേരുമാണ്
ഫായിലുകൾ സബ്ജക്റ്റായി വന്നു. അടുത്ത പേജിലായി നക്തുബു ജുമലൻ ബിസ്തിഖ്ദാമിൽ ഫിഅലി വൽ ഫാഇൽ. ഫായിലും ഫിഅലും വരുന്ന അഥവാ സബ്ജക്റ്റും വെർബും വരുന്ന ജുംലകൾ, അതായത് സെൻറ്റൻസുകൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിലായി ഒരുപാട് ഫിഅലും ഫായിലും വരുന്ന സെൻറ്റൻസുകൾ പഠിച്ചിട്ടുണ്ട്. നമ്മളത് നോക്കിയിട്ടില്ല. നമുക്കൊന്ന് നോക്കാം. ഇസ്തൈഖള ഫവാസ്. ഫവാസ് എഴുന്നേറ്റു. ഇസ്തൈഖള എന്നത് എഴുന്നേറ്റു എന്നത് ഇവിടുത്തെ വെർബും ഫവാസ് ഇവിടുത്തെ സബ്ജക്റ്റും ഫായിലുമാണ്. അതുപോലെ അടുത്തതായി ഇസ്തഹമ്മ കുളിച്ചു. കുളിച്ചു എന്നത് ഒരു പ്രവൃത്തിയാണ്. അതുപോലെ ഖറജ പുറപ്പെട്ടു എന്നതും ഒരു ഫിഅലാണ്, വെർബാണ്. അതുപോലെ ഇൻതളറ വെയിറ്റ് ചെയ്തു, കാത്തിരുന്നു എന്നതും ഒരു വെർബാണ്. ഇവയെല്ലാം ഫവാസ് ചെയ്ത പ്രവൃത്തികളാണ്. അതുകൊണ്ട് ഇവിടുത്തെ സബ്ജക്റ്റ് ഫാഇൽ എന്നത് ഫവാസ് ആണ്. നമുക്ക് എഴുതാം. ഇസ്തൈഖള ഫവാസു. ഫവാസ് എഴുന്നേറ്റു. ഇസ്തഹമ്മ ഫവാസ് കുളിച്ചു. ഖറജൽ ഫവാസ് പുറപ്പെട്ടു. ഇൻതളറ ഫവാസ് വെയിറ്റ് ചെയ്തു. അടുത്തതായി നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ച എല്ലാ പുതിയ വേർഡ്സിൻ്റെയും മീനിങ്സ് ആണ്. അതും നിങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എക്സാമിനായിട്ട് പഠിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് എക്സാമിന് ശേഷം കാണാം. മഅസ്സലാമ. ശുക്രൻ ലക്കും.